നമസ്കാരം. വിചാരവീഥിയിലേക്ക് സ്വാഗതം. ഒരിടത്ത് ധനികനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ധനികനെങ്കിലും സ്വാർത്ഥനും പിശുക്കനുമായിരുന്നു അയാൾ. അങ്ങനെ ഇരിക്കെ 50 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ അയാളുടെ സഞ്ചി ഒരു ദിവസം നഷ്ടപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു 10 വയസ്സുകാരി പെൺകുട്ടിക്ക് ആ സഞ്ചി ലഭിച്ചു. അവൾ അവളുടെ അച്ഛനെ വിവരമറിയിച്ചു. അച്ഛനും മകളും കൂടി ധനികന്റെ വീട്ടിലെത്തി കാര്യം പറഞ്ഞു. എന്നാൽ കേട്ടപ്പോൾ ധനികനായ മനുഷ്യൻ ഒരു തന്ത്രം ഉപയോഗിച്ചു. തന്റെ സഞ്ചിയിൽ 75 നാണയങ്ങൾ ഉണ്ടായിരുന്നെന്നും ബാക്കി പെൺകുട്ടി മോഷ്ടിച്ചുവെന്നും വാദിച്ച് അയാൾ സകല മനുഷ്യരെയും കൂട്ടി. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഗ്രാമമുഖ്യന്റെ അടുത്ത് എത്തുകയാണ്. ധനികന്റെ കൗശലം തിരിച്ചറിഞ്ഞതായ ഗ്രാമമുഖ്യൻ പറഞ്ഞു, ഇയാളുടെ നഷ്ടപ്പെട്ട സഞ്ചിയിൽ 75 നാണയങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സഞ്ചി ഇയാളുടേതല്ല. സഞ്ചിക്ക് മറ്റ് അവകാശികളില്ലാത്തതിനാൽ പെൺകുട്ടി തന്നെ ഇതിലെ നാണയങ്ങൾ എടുത്തുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, സത്യം അർഹമായ അനുഗ്രഹം എന്നും കൈക്കുമ്പിളിൽ നൽകും. അസത്യമോ സ്വന്തമാക്കിയ നേട്ടങ്ങളെ പോലും തട്ടിത്തെറിപ്പിക്കും. ഓരോ പ്രവൃത്തിക്കുമുള്ള പ്രതിഫലം എപ്പോഴെങ്കിലും ലഭിക്കും. അധർമ്മത്തിലൂടെയുള്ള ആദ്യ വിജയം ചിലപ്പോൾ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചേക്കാം, തുടർ പ്രവൃത്തികൾക്ക് പ്രചോദനവുമായേക്കാം. പക്ഷേ എല്ലാ ദുർപ്രവൃത്തികൾക്കും ഒരു കാലാവധിയുണ്ട്. അതിനപ്പുറത്തേക്ക് അവ പടരില്ല. എല്ലാ സമ്പാദ്യങ്ങളുടെ പിന്നിലും അർഹതയുടെ തെളിവുകൾ ഉണ്ടാവണം. സമൃദ്ധിയിലെ സത്യം അറിയുവാൻ മനസാക്ഷിക്കൊരു ചോദ്യാവലി നൽകിയാൽ മതിയാവും. സ്വരുക്കൂട്ടിയവയിൽ മറ്റാരുടെയെങ്കിലും കണ്ണീർ വീണിട്ടുണ്ടോ? വെളിപ്പെടുത്താനാകാത്ത സമ്പത്ത് എവിടെയെങ്കിലും പൂഴ്ത്തി വെച്ചിട്ടുണ്ടോ? അപരന് അവകാശപ്പെട്ടത് അവരറിയാതെ കൈക്കലാക്കിയിട്ടുണ്ടോ? അന്യരുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് അവർക്ക് അർഹതപ്പെട്ടതുകൂടി സ്വന്തമാക്കിയിട്ടുണ്ടോ? തനിക്ക് അർഹതയുള്ളത് മാത്രമാണ് താൻ സ്വന്തമാക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തിയാൽ ആർക്കും ഈ ലോകത്തിൽ ഒന്നും നഷ്ടമാകില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് അർഹമായതൊക്കെ മാത്രം സ്വന്തമാക്കാം. നമസ്കാരം.